ഇവർക്കുന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും സ്വയം ഒന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ മൈൻഡ് സെറ്റ് വന്നിരിക്കുന്നത്, അല്ലേ? ഇതിനു മുന്നത്തെ ഞാൻ ആദ്യകാലത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പണസമ്പാദനത്തെ കുറിച്ച് വ്യക്തമായ പണം എന്ന ഊർജത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ തന്നുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനധികം വാച്ച് ചെയ്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഒരുപാട് പേരിലേക്ക് എത്താതെ പോയി. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ ജീവിതവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ആവശ്യകത, എനിക്ക് രാവിലെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരികയുണ്ടായി. ഹീലിംഗിന് ശേഷം മൈൻഡ് സെറ്റ് ടോട്ടലി മാറി ഇതുവരെ വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറുകയും ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടണമെന്നുള്ള ചിന്ത വരികയും ചെയ്തു. അത് മൈൻഡ് സെറ്റ്. അപ്പൊ ഞാൻ ആ ഹീലിംഗിന് ശേഷം അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം അങ്ങനെ കുറെ മാറ്റങ്ങൾ ഉണ്ടായത്. കാരണം ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് എടുക്കുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് എന്റെ ഹീലിംഗ് ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ എന്റെ ഒരു ഹീലിംഗിന് ശേഷം കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഒരു മോട്ടിവേഷൻ ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പം ഒരു മെന്ററായിട്ടും കൂടെ, ഒരു മോട്ടിവേഷൻ സ്പീക്കർ, ഒരു മെന്റർ എന്നൊക്കെ നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഒരു കാലത്ത് ആരുടെയും സപ്പോർട്ട് ഇല്ലാതിരുന്ന ഒരു സമയത്ത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും കാരണം എന്റെ മൈൻഡ് സെറ്റ് ആണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അത് ഒരാൾക്ക് മാറ്റങ്ങൾ വരുത്താൻ അത് ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കട്ടെ എന്ന രീതിയിലാണ് ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കൊരു അസുഖം വന്നു, നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള തോന്നല് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തി ഓട്ടോമാറ്റിക്കലി ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കാരണം ജീവിച്ചു കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തോട് അഗാധമായ ഒരു സ്നേഹം കാണിക്കുകയും ഡോക്ടേഴ്സിനെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇനി മരണത്തിലേക്ക് എന്ന് കരുതിയ വ്യക്തി അത്ഭുതകരമായ രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആവശ്യം സൃഷ്ടിയുടെ മാതാവ് എന്ന നിലയിൽ, അല്ലെ? പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇവിടെ ആവശ്യമായിരുന്നു, എനിക്ക് ജീവിക്കണം എന്നുള്ള ചിന്ത വന്നപ്പോൾ, തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ചിന്ത വന്നപ്പോൾ ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങുകയും ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഒരുപാട് സക്സസിലേക്ക് കുതിച്ചുയരുകയും ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? പരാജയത്തിന്റെ ഏറ്റവും അഗാധ തരത്തിലേക്ക് വീണു പോയിട്ടുള്ളവരാണ് ഏറ്റവും വിജയം കൈവരിച്ചിട്ടുള്ളവര്. അങ്ങനെ നോക്കുമ്പോ നമ്മളൊക്കെ മടിയന്മാരായിട്ട് ഇരുന്നു പോയതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നേ. കൈ ഇരിക്കേണ്ടടുത്ത് കൈ ഇരിക്കുന്നുണ്ട്, കാലിരിക്കേണ്ടടുത്ത് കാലിരിക്കുന്നുണ്ട്, നമ്മൾ അത്യാവശ്യം ഹെൽത്തിയാണ്. പക്ഷെ എന്നിട്ടും നമുക്കൊന്നും നേടാൻ കഴിയാതെ പോയതിന്റെ കാരണം മൈൻഡ് സെറ്റ് ആണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ച് എന്റെ ജീവിതത്തിലേക്ക് മാറ്റം വരുമെന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഒഴുക്കിനൊപ്പം നീന്തുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഇനി ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, എന്റെ ചുറ്റിനും സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ആ ഒരു ആവശ്യകത, അല്ലെ ആ പ്രശ്നങ്ങൾ എന്നെ അത്രത്തോളം ബാധിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന മൈൻഡ് സെറ്റിൽ നമ്മൾ നമ്മളെ തന്നെ, നമ്മുടെ ജീവിതത്തെ തന്നെ മുരടിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് പേരെ ഹീലിംഗ് എടുത്തതിന് ശേഷം ഞാൻ കുറേയധികം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതൊന്നും ഒന്നിന്റെ അവസാനമല്ല. ഒരു ഹീലിംഗ് എന്ന് പറയുമ്പോൾ അത് ഫ്രീ മൈൻഡ് സെറ്റ് ആവുക, ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോയ ഒരു ഫീലിങ്സ് കിട്ടുക, മനസ്സിനും ശരീരത്തിനും പുതിയൊരു ഉണർവ് കിട്ടുക, അതോടൊപ്പം തന്നെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രഭാതമാണ്, പുതിയൊരു വ്യക്തിത്വമായിട്ട് മാറുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇനിയും ഹീലിംഗ് ഒന്നും എടുക്കാത്ത ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനെ മെഡിറ്റേഷനിലൂടെ കൊണ്ടുവന്ന് പുതിയ പുതിയ ചിന്തകൾ കൊടുത്ത് പുതിയ ഊർജം സ്വീകരിച്ചുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ പഞ്ചഭൂത നിർമ്മിതമായ നമ്മുടെ ശരീരത്തിനെ നമുക്ക് ഊർജം തരാൻ വേണ്ടി സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഊർജത്തെ സ്വീകരിക്കാതെ പോകുന്നത് നമ്മുടെ മാത്രം തെറ്റാണ്. അപ്പൊ നമ്മുടെ ചിന്താഗതി നെഗറ്റീവ് ആയതുകൊണ്ട് ആ നെഗറ്റീവ് തരംഗങ്ങളെ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വിടുകയും
നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തുക. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ എന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. എന്നെ നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയട്ടെ, എന്നെ കുറിച്ച് മോശം ചിന്തിക്കുന്നവർ മോശം ചിന്തിക്കട്ടെ, പക്ഷെ എനിക്ക് എന്റേതായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ, ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ ആരുടെയും കൂട്ട് എനിക്ക് ആവശ്യമില്ല. എന്റെ മനസ്സിന്റെ കൂട്ട് മതി, എന്റെ സോളിന്റെ കൂട്ട് മതി, എനിക്കുള്ളിലെ ഊർജത്തിന്റെ കൂട്ട് മതി എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സക്സസ് വന്നു തുടങ്ങും. നമ്മൾ സക്സസ് ആയി തുടങ്ങുന്ന തൊട്ടടുത്ത നിമിഷം മുതൽ നമ്മുടെ കൂടെ ചേരാൻ ഒരുപാട് പേര് കാത്തിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ അവരുടെ കൂട്ടുകാരാക്കാൻ വേണ്ടി അവരിങ്ങനെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. എന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയായിരുന്നു. കുറെ അധികം വർഷങ്ങൾക്ക് മുന്നേ എന്റെ ക്ലാസ് ഒന്ന് കേൾക്കൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥ. അങ്ങോട്ടേക്ക് ഫോൺ ചെയ്ത് എനിക്ക് ഒരു ക്ലാസ് എടുക്കാനുണ്ട്, ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് എടുക്കാനുണ്ട്, എന്റെ ക്ലാസ്സിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാമോ, ഞാൻ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് അയച്ചു തരാം, ഒന്ന് കയറാമോ എന്ന് ചോദിച്ചിരുന്ന അങ്ങോട്ട് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അവസ്ഥ മാറി എന്നെ ആൾക്കാർ കേൾക്കാൻ തയ്യാറാവുകയും എപ്പോഴാണ് ക്ലാസ്, ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് എപ്പോഴാണ് അയക്കുന്നത് എന്ന് ഇങ്ങോട്ട് അന്വേഷിക്കാൻ ആളുകൾ ഉണ്ടാവുകയും ചെയ്തത് എന്റെ മൈൻഡ് സെറ്റ് മാറുകയും അതുവഴി എന്റെ ചുറ്റിനുമുള്ള എല്ലാത്തിനെയും മാറ്റാൻ സാധിക്കുകയും എനിക്ക് ചെയ്തപ്പോൾ മുതലാണ്. പിന്നെ ഹീലിംഗ് 13 വയസ്സ് മുതൽ എന്റെ കൂടെ ഉണ്ടെങ്കിലും എന്റെ ഹീലിംഗ് അനുഭവിച്ചവർ ഒരുപാട് പേരുണ്ടെങ്കിലും പക്ഷെ അന്ന് ഞാൻ മൈൻഡ് സെറ്റ് കൊണ്ട് താഴെ ആയിരുന്നത് കൊണ്ട്, എന്റെ എനർജി ലെവൽ ലോ ആയിരുന്നത് കൊണ്ട് എന്നിലേക്ക് ലോ എനർജി ലെവൽ ഉള്ളവരാണ് ആകർഷിക്കപ്പെട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ എനർജി ലെവൽ മെഡിറ്റേഷനിലൂടെ നമ്മൾ ഹൈ ആക്കും തോറും, നമ്മുടെ ഫ്രീക്വൻസി ലെവൽ ഹൈ ആക്കും തോറും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നവർ ലോ എനർജി ഫ്രീക്വൻസി ഉള്ള ആൾക്കാരിൽ നിന്ന് ഹൈ എനർജി ഫ്രീക്വൻസി ഉള്ള ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. നമ്മളെ പോലെ ചിന്തിക്കുന്നവരോട് നമ്മൾ കൂടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത്, അല്ലെ? നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവർ അത് ഫോളോ ചെയ്യുന്നുണ്ട്, അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊരു തോന്നല് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഹൈ എനർജി ലെവലുള്ള അല്ലെങ്കിൽ ചിന്താഗതിയിൽ ഹൈ എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയും പോസിറ്റീവായ അഫർമേഷൻസ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ അസുഖമാണെങ്കിൽ പോലും ഈ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും. 4 വർഷക്കാലം ബെഡിൽ കിടന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇന്ന് നിങ്ങളോട് മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരുപാട് പേര്, ഞാനെന്നല്ല ഒരുപാട് പേരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. മൈൻഡ് സെറ്റ് ഓക്കെ ആയതുകൊണ്ട് മരണത്തിന്റെ വാതിൽക്കൽ വരെ പോയിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വരികയും പിന്നീട് ഒരു കുതിച്ച് ഉയർന്ന അവർ ജീവിതത്തിന്റെ ഓരോ പടവുകളും അവർ കടന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത ലെവലിലേക്ക് അവർ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഒബ്സർവ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വന്നു. ആ മൈൻഡ് സെറ്റിൽ മാറ്റം വന്ന സമയത്ത് എനിക്ക് നേടണം, ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിനെ എന്റെ മനസ്സിലേക്ക് എടുക്കില്ല, എന്നെ കുറിച്ച് ആരെന്ത് ചിന്തിച്ചാലും ഞാൻ അതിനെ എന്റെ ഹൃദയത്തിലേക്ക് എടുത്ത് ചേർത്ത് വെച്ച് അതിന്റെ പുറകെ പോയി, വിഷമങ്ങൾക്ക് പുറകെ പോയി ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ച് കളയില്ല. കാരണം എനിക്ക് ജീവിച്ചു തീർക്കാൻ ഒരുപാടുണ്ട്, ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് വരികയും ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്സിഡന്റ് മൂലം തളർന്നു കിടന്ന് ഇനി ഒരിക്കലും എണീറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് എണീറ്റ് നടന്നവരെ കണ്ടിട്ടുണ്ട്, എന്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ നമ്മുടെ ചിന്താഗതി കൊണ്ട് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. അവിടെ മരുന്നിനേക്കാൾ ഉപരി അവരുടെ മൈൻഡ് സെറ്റ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. മരുന്നിന് ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തെ ഓവർകം ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഏതൊരു ഓപ്പറേഷനും 50% മാത്രമേ സാധ്യതയുള്ളൂ, അല്ലെ? ബാക്കി 50% ദൈവത്തിന്റെ കയ്യിലും നമ്മുടെ ചിന്താഗതിയിലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 50% ഗ്യാരണ്ടി ഉള്ള മരുന്നിൽ വിശ്വസിക്കാതെ 100% കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മളെ ഉയർത്തെണീപ്പിച്ച് മുന്നോട്ട് കൊണ്ടു നടത്താൻ കഴിയുന്ന നമ്മുടെ മൈൻഡ് സെറ്റിനെ, നമ്മളുടെ ഊർജത്തെ, നമ്മളുടെ എനർജിയെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അത് ഓരോരുത്തർക്കും സാധിക്കും. ഈ പറയുന്ന എനിക്ക് മാത്രമല്ല, എന്നെ പോലെ റിക്കവർ ചെയ്ത് വന്ന മറ്റുള്ളവർക്ക് മാത്രമല്ല, ഓരോരുത്തർക്കും സാധിക്കും. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ മുകളിലുള്ളവരെ കുറിച്ചാണ്. നമ്മുടെ ഇല്ലായ്മ നമ്മൾ മുകളിലോട്ട് നോക്കും തോറും കൂടിക്കൊണ്ടേയിരിക്കും. താഴേക്കിടയിലേക്ക് നോക്കുമ്പോൾ അവരുടെ കുറവുകളൊന്നും നമുക്കില്ല.
കുറവുകൾ എന്ന് പറയുമ്പോൾ പണമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൈയില്ലാത്തവരെ, കാലില്ലാത്തവരൊക്കെ നമ്മളെക്കാൾ ഏൺ ചെയ്തവരുണ്ട്, നമ്മളെക്കാൾ സക്സസ് ആയവരുണ്ട്. അവരുടെ മൈൻഡ് സെറ്റ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും പവർഫുൾ മൈൻഡ് സെറ്റ് നേടിയെടുക്കുക എന്നിങ്ങനെ ഒരു ചിന്തയോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. എനിക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ 2 ഗ്രൂപ്പ് ഉണ്ട്. പോസിറ്റീവ് തിങ്കേഴ്സിന്റെ ഫീമെയിൽസ് ഉള്ളി, ജെൻസ് ഉള്ളി. അതിൽ ശനി ഞായർ നൈറ്റ് 8 to 9 ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ റേക്കി ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ഹീലിംഗ് തെറാപ്പിയാണ് ഞാൻ എടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ്.